السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ ഹാഫിദുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ, ആചാര, സ്വഭാവ, കർമ്മ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ മനോഹരമായ കൃതിയായ അൽ അർബഊന നവവിയ എന്ന ഇമാം നവവി റഹിമഹുള്ളയുടെ 40 ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. 16 ഹദീസുകൾ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ വിശദീകരണത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് വായിക്കേണ്ടത് 17ാമത്തെ ഹദീസാണ്. عن أبي يعلى شداد بن عوس رضي الله عنه عن رسول الله صلى الله عليه وسلم قال: إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتلة وإذا ذبحتم فأحسنوا الذبحة وليحد أحدكم شفرته وليرح ذبيحته رواه مسلم. വളരെ മനോഹരമായ ഒരു അടിസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തു എന്നുള്ള നിലയിലാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഇമാം മുസ്ലിമിൻ്റെ റിവായത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നവവി റഹിമഹുള്ള കൊടുത്തതുപോലെയുള്ള ഈ റിവായത്തല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുള്ള സഹാബിയായ ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് അതിന് ലഫ്ള് വ്യത്യാസമുണ്ട്. സിൻതാനി ഹഫൽതുഹുമ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2 കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹദീസിൻ്റെ ബാക്കി ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഭാഗം സഹോദരങ്ങളെ ആരംഭിക്കുന്നത്. ഈ ഹദീസ് ഇഹ്സാനിൻ്റെ വിഷയത്തിൽ, അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യതയോടുകൂടി ഭംഗിയാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നറിയിക്കുന്ന വിഷയത്തിൽ ഒരടിസ്ഥാനമായി വന്നിരിക്കുന്ന ഹദീസാണ്. എന്താണ് ഈ ഹദീസിൻ്റെ പൊരുൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുള്ള വാക്കുകൾ ഇപ്രകാരമാണ്: സിൻതാനി ഹഫൽതുഹുമ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യങ്ങൾ ഞാനിതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനഃപ്പാടമാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ എല്ലാത്തിന്മേലും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ശർആക്കിയിട്ടുണ്ട്. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. ആകയാൽ നിങ്ങൾ കൊല്ലുകയാണ് എങ്കിൽ നിങ്ങൾ ഇഹ്സാനോടുകൂടി വളരെ നന്നാക്കി കൊല്ലുക. വഇദാ ദബഹ്തും, നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ ഫഅഹ്സിനു ദബ്ഹ്, നിങ്ങൾ അറവും നന്നാക്കി ചെയ്യുക. വല്യുഹിദ്ദ അഹദുക്കും ഷഫ്രതഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കത്തിയുടെ മൂർച്ച കൂട്ടട്ടെ. വല്യുരിഹ് ഫല്യുരിഹ് ദബിഹതഹു, അങ്ങനെ ആ അറവ് മൃഗത്തിന് ആശ്വാസം നൽകട്ടെ. ഇതാണ് ഈ ഹദീസിലുള്ളത്. സഹോദരങ്ങളെ, ആദ്യമായി ഹദീസ് റിവായത്ത് ചെയ്ത സ്വഹാബിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അബൂ യഅല ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുമ. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉപ്പയായ ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്തും സഹാബികളാണ്. ഷദ്ദാദും അദ്ദേഹത്തിൻ്റെ ഉപ്പയായ ഔസ് ബിൻ സാബിത്തും 2 പേരും സഹാബികളാണ്. ഔസ് ബിൻ സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാഇർ എന്നറിയപ്പെടുന്ന അൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അപ്പോൾ അൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദര പുത്രനാണ് അബൂ യഅല ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുമ. ഈ സഹാബിയുടെ കുനിയത്ത് അബൂ യഅല എന്നാണോ അതല്ല അബൂ അബ്ദുറഹ്മാൻ എന്നാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പേര് ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുമ എന്ന് തന്നെ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ ഈ സ്വഹാബിയെക്കുറിച്ച് ചരിത്രം പറയുന്നത്, അദ്ദേഹം നല്ല അറിവുള്ള, അങ്ങേയറ്റം ഫിഖ്ഹുള്ള വലിയ പണ്ഡിതനാണ്. അതോടൊപ്പം അങ്ങേയറ്റം ഭൗതിക വിരക്തിയും, അതുപോലെ ഇബാദത്തിൽ അതീവ ശ്രദ്ധയും പുലർത്തി പോകുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്, അദ്ദേഹം രാത്രി കിടക്കുവാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും, നരകത്തെ ഭയന്നുകൊണ്ട്.
എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, യാ റബ്ബി അസ്ഹറത്നി അന്നാർ, യാ റബ്ബി അസ്ഹറത്നി അന്നാർ, എൻ്റെ റബ്ബേ നരകം എൻ്റെ ഉറക്കം കളഞ്ഞിരിക്കുന്നു, നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, എൻ്റെ ഉറക്കം കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നു. സഹോദരങ്ങളെ, അദ്ദേഹം ഷാമിൽ വെച്ച് ഹിജറ 58, ചില അഭിപ്രായത്തിൽ ഹിജറ 64 അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. അപ്പോൾ ഈ സ്വഹാബിയെക്കുറിച്ച് അല്പമെങ്കിലും പറഞ്ഞത് കഴിഞ്ഞുപോയ ഹദീസുകളിൽ ഉള്ളതുപോലെയുള്ള അറിയപ്പെട്ട മഹാന്മാരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. എല്ലാ സ്വഹാബികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ച, അള്ളാഹു തആല റളിയല്ലാഹു അൻഹും എന്ന് ഖുർആനിലൂടെ പറഞ്ഞ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്വഹാബികളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സിൻതാനി ഹഫിൽതുഹുമ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 കാര്യം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വഹാബി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമാണ്. സമിഅ്തു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഹഫിൽതു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കുകളൊക്കെ സ്വഹാബികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവർ റസൂലിൽ നിന്നും നേർക്കുനേരെ കേട്ടു എന്നാണ്. കാരണം ചില സമയത്ത് അവർ മറ്റു ചില സ്വഹാബികളിൽ നിന്ന് കേട്ടാലും അത് റസൂലിൽ നിന്ന് കേട്ടു എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ റസൂലിനെ തൊട്ട് ഉദ്ധരിക്കാറുണ്ട്. ഇത് അദ്ദേഹം നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മനഃപ്പാഠമാക്കിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ മനഃപ്പാഠമാക്കിയ ആ കാര്യം? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്മേലും ഇഹ്സാനിനെ നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കതബ എന്നുള്ള വാക്ക് സഹോദരങ്ങളെ പല അർത്ഥമുണ്ട്. നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന ഒരു അർത്ഥം എഴുതി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെയുള്ള അർത്ഥം കതബയുടെ അടിസ്ഥാന അർത്ഥമായ ജമഅ വ അസ്ബത എന്ന അർത്ഥമാണ്. അഥവാ ഒരു കാര്യം ഒരുമിച്ച് കൂട്ടി അതിനെ ഉറപ്പിച്ചു വെക്കുക, അതിനാണ് ജമഅ വ അസ്ബത. കതബ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഉലൈക അക്കൂട്ടർ കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ ഐ ജമഅ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ജമഅ വ അസ്ബത ഫീ ഖുലൂബിഹിം അൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ ഒരുമിച്ച് കൂട്ടുകയും അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കതബ എന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ എല്ലാത്തിലും ഇഹ്സാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചിരിക്കുന്നു, അത് ദീനിന്റെ നിയമമാക്കി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കതബല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാര്യം ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ നിയമമാക്കി എന്ന അർത്ഥത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു അത് പ്രധാനമായും 2 രൂപത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കതബല്ലാഹ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പ്രധാനമായും 2 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് അൽ കിതാബത്തുൽ ഖദരിയ എന്ന് പറയുന്ന കാര്യമാണ്. അൽ കിതാബത്തു അൽ ഖദരിയ എന്ന് പറഞ്ഞാൽ ഖദരിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചികമായി ഇവിടെ നടക്കേണ്ട അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ വിധി ഖലാ ഖദർ അത് എഴുതുന്നതായിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയപ്പെടാറുണ്ട്. അത് തന്നെ 3 തരത്തിലുള്ള കിതാബത്തുണ്ട് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല 3 തരത്തിലുള്ള കിതാബത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. അതിലെഴുതപ്പെട്ട ഒരു കാര്യത്തിനും ഒരു മാറ്റമോ തിരുത്തലുകളോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി നൽകുകയില്ല. കാരണം അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സസൂക്ഷ്മമായി അറിയുന്നവനാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പേനയെ പടച്ചുകൊണ്ട് അതിനോട് എഴുതാൻ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന കാര്യം. അത് ഈ കിതാബത്തുൽ ഈ കിതാബത്തുൽ ഖദരിയയിൽ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത് സഹോദരങ്ങളെ, വർഷാവർഷം ഓരോ മനുഷ്യൻ ജനിക്കുന്ന സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതുന്നതാണ്. ഓരോ മനുഷ്യൻ അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് തന്നെ, നമ്മൾ ആ ഹദീസ് നേരത്തെ കേട്ടതാണ്, അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കുകയും ആ മലക്ക് ആ മനുഷ്യൻ്റെ ഉപജീവനത്തെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചും അവൻ്റെ അതുപോലെ തന്നെ അവൻ സഈദാണോ ഷഖീയാണോ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഓരോ മനുഷ്യനും ജനിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി എഴുതുകയാണ്. അഥവാ നേരത്തെ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ മനുഷ്യൻ ജനിക്കുന്ന സമയത്തും അവൻ്റേതായ കാര്യങ്ങൾ മാത്രമായിരിക്കും
പിന്നീട് അതിലുണ്ടാവുക. ആ മലക്ക് അത് തന്നെ വീണ്ടും എഴുതുകയാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് വീണ്ടും എഴുതാൻ പറയുകയാണ്. പിന്നീട് സഹോദരങ്ങളെ, വർഷാവർഷം ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഒരു വർഷത്തേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതുവാൻ വേണ്ടി മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ കിതാബത്ത് അത് നടക്കുന്നുണ്ട്. ഖദരിയായ കിതാബത്ത്, ഖദർ, അള്ളാഹുവിൻ്റെ കണക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രയോഗം കതബല്ലാഹ് എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കിതാബത്തു ശർഇയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഇയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്നർത്ഥത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബത്തു ശർഇയ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം, ശരീഅത്തിന്റെ നിയമങ്ങൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ അത് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ അതിനെ തൊട്ട് വിലക്കുന്നതായ കാര്യങ്ങൾ. അതൊരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള കഴിവ് അല്ലാഹു തആല നൽകും. അതിന് സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ സത്യമോ അസത്യമോ ഒക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യമാണ് കിതാബത്തു ശർഇയ്യ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം പറയുന്നതിൽ ആർക്കും മാറ്റാനൊന്നും സാധിക്കുകയില്ല. ആദ്യം പറയുന്ന ഉപജീവനത്തിൻ്റെ വിഷയമോ അതല്ലെങ്കിൽ അവൻ്റെ ആയുസിൻ്റെ വിഷയമോ ഒന്നും തന്നെ ഒരാൾക്ക് മാറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല എഴുതിയതാണ്. ഇത് രണ്ടാമത് പറയുന്നത് അല്ലാഹു തആല ശരീഅത്തിൽ അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എഴുതി എന്ന് പറയുന്ന കാര്യമാണ്. ഇന്നാലിന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉദാഹരണത്തിന് കുതിബ അലൈക്കുമുസ്സിയാം എന്ന് അല്ലാഹു തആല പറയുമ്പോൾ അതിൽ എത്രയോ ആളുകൾ നോമ്പെടുക്കാത്തവരുണ്ട്, എത്രയോ ആളുകൾ നോമ്പെടുക്കുന്നവരുണ്ട്, രണ്ടുമുണ്ട് അല്ലേ. നോമ്പെടുക്കുകയും എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശർഇയ്യായ ഒരു കിതാബത്താണ് നടത്തിയത്. അല്ലാഹു തആല അത് ഖദരിയായി നടത്തിയിരുന്നെങ്കിൽ റമദാൻ മാസത്തിൽ ഭൂമിയിൽ ഒരാളും നോമ്പെടുക്കാത്തതായി ബാക്കിയുണ്ടാവില്ല, എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹു തആല അങ്ങനെ എഴുതിയതല്ല. ഇത് ശർഇയ്യായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എഴുത്താണ്. അഥവാ നാം പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ കിതാബത്ത് എന്ന് പറയുന്നത് ഈ രണ്ട് രൂപത്തിലുമുണ്ട് എന്നാണ്. ശരി, ഇവിടെ എന്ത് കിതാബത്താണ് അപ്പോൾ പറഞ്ഞത്? അപ്പം അതിലേക്കാണ് നമ്മുടെ വിഷയം. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്മേലും ഇഹ്സാനിനെ എഴുതിയിരിക്കുന്നു, ഇഹ്സാനിൻ്റെ കിതാബത്ത് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൽ ഹിയൽ കിതാബത്തുൽ ഖദരിയ്യ അം ഹിയ അൽ കിതാബത്തു ശർഇയ്യ? അത് ഖദരിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബത്താണോ? ഒരാൾക്ക് മാറ്റത്തിരുത്തലുകളൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യമാണോ? അതല്ല ശർഇയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും ഇഹ്സാനോടുകൂടി വർത്തിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ശർആക്കിയതാണോ, നിയമമാക്കിയതാണോ? രണ്ട് രീതിയിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് അൽ കിതാബത്തുൽ ഖദരിയ്യ. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനോടുകൂടി അഥവാ ഇത്ഖാനോടുകൂടി, കൃത്യതയോടുകൂടിയാണ് അള്ളാഹു തആല എല്ലാത്തിനെയും പഠിച്ചിട്ടുള്ളത്. ഇഹ്സാൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം അൽ ഇത്ഖാൻ, അൽ ഇക്മാൽ, അത്തസീൻ, അത്തഹ്സീൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. അഥവാ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ, ഏറ്റവും കൃത്യമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഭംഗിയുള്ള രീതിയിൽ ഇങ്ങനെ നിശ്ചയിക്കുന്നതിനാണ് ഇഹ്സാനോടുകൂടി ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ കിതാബത്തുൽ ഖദരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹു തആല എല്ലാം അങ്ങനെയാണ് ഇവിടെ കൃത്യമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആകാശങ്ങളെ പടച്ചപ്പോൾ, ഭൂമിയെ പടച്ചപ്പോൾ, അതിലുള്ള സകല ചരാചരങ്ങളെയും പടച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത്ര കൃത്യതയോടുകൂടിയും ഏറ്റവും മനോഹരമായ രീതിയിലുമാണ് പടച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ കിതാബത്തു ശർഇയ്യാണ്. അഥവാ അല്ലാഹു തആല എല്ലാത്തിലും ഇഹ്സാൻ എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും കൃത്യതയോടുകൂടിയും അതുപോലെ ഏറ്റവും നന്നാക്കിയിട്ടൊക്കെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. നേരത്തെ നോമ്പ് നമുക്ക് എഴുതി, നിസ്കാരം നിർബന്ധമാക്കി എന്നൊക്കെ പറഞ്ഞതുപോലെ ഇഹ്സാനും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇഹ്സാനിനെ എഴുതിയിരിക്കുന്നു. ഇനി ഇവിടെ പറയുന്ന ഈ കതബ അത് തന്നെ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അത് ശറഅ എന്ന അർത്ഥത്തിൽ, നിയമമാക്കി, ശരീഅത്തിന്റെ നിയമമാക്കി എന്ന അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. ഫറദ അഥവാ നിർബന്ധമാക്കി എന്ന അർത്ഥത്തിലും
പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഷറഅ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരികയാണ് എങ്കിൽ അവിടെ നിർബന്ധവും സുന്നത്തും ഒക്കെ പെടും. പിന്നെ അല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ എന്നുള്ളത് ഷറഅ എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ, അള്ളാഹു ഷറആക്കി എന്ന അർത്ഥമാണ് എങ്കിൽ അവിടെ നിർബന്ധവും സുന്നത്തൊക്കെ പെടും. എന്നാൽ ഫറള നിർബന്ധമാക്കി എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ എല്ലാം നിർബന്ധമാണ് എന്നായിരിക്കും വരിക. തീർച്ചയായും ഇത് ഷറഅ എന്നുള്ള അർത്ഥം തന്നെയാണ്. കാരണം ഇഹ്സാനിൻ്റെ കാര്യങ്ങൾ ചിലത് നിർബന്ധമായതും ചിലത് സുന്നത്തായതൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഷറഅ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഇവിടെ കൂടുതൽ യോജിക്കുക. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ, ഇഹ്സാൻ നമ്മൾ പറഞ്ഞു അൽ ഇത്ഖാൻ, അൽ ഇക്മാൽ, അൽ തഹ്സീൻ, അൽ തസീൻ, ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഏറ്റവും കൃത്യതയോടുകൂടി പരിപൂർണമായ നിലക്ക് ഏറ്റവും ഭംഗിയോടുകൂടി നന്നാക്കി ചെയ്യുക. ഇതൊക്കെ ഇഹ്സാൻ എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പം മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സുഹൃതം ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പരിഭാഷ കാണാം. അപ്പം അതിൽ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. പൂർണ്ണമായ അർത്ഥം ഈ 4 കാര്യങ്ങളുണ്ട്. ഇത്ഖാനാണ്, കൃത്യതയാണ് ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ ഇക്മാലാണ്, ആ കൃത്യതയുള്ള കാര്യം പൂർണ്ണമാക്കുകയും ചെയ്യും, പകുതിക്ക് വെച്ച് നിർത്തൂല. ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തീകരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തഹ്സീനുണ്ട്, നന്നാക്കി ചെയ്യും. അതുപോലെ തന്നെ അത് തസീനാണ്, വളരെ മനോഹരമായ ഭംഗിയിലായിരിക്കും ആ കാര്യങ്ങൾ നിർവഹിക്കുക. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഷറആക്കിയിരിക്കുകയാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാത്തിലും നീ നന്നാക്കി ചെയ്യണം. നമ്മോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്തു പ്രവർത്തനവും അത് ഇഹ്സാനോടുകൂടി ചെയ്യണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ മിണ്ടാതിരിക്കലുകൾ, നമ്മുടെ അയൽവാസിയോടുള്ള പെരുമാറ്റം, ഉമ്മയോടുള്ള പെരുമാറ്റം, കൂട്ടുകാരോടുള്ള പെരുമാറ്റം, സമൂഹത്തോടുള്ള പെരുമാറ്റം, ഇതിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹ്സാൻ നിന്റെ കാര്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇഹ്സാൻ പല കാര്യങ്ങളിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല കുല്ലി ഷൈ എന്ന് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അൽ ഇഹ്സാനു ഫിദ്ദീനാണ്. ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇഹ്സാനോടുകൂടി നമ്മളായിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആത്മസമർപ്പണം നടത്തുക എന്നുള്ളതാണ് ദീനിൻ്റെ കാര്യത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിന് വിധേയപ്പെടുക. നമ്മളെ വക നമുക്ക് തോന്നിയാൽ നമുക്കത് ഇഷ്ടപ്പെടണം, നമുക്കത് സൗകര്യം കിട്ടണം. അങ്ങനെയായാൽ നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ ഇഹ്സാൻ കാണിച്ചിട്ടില്ല. അല്ലാഹു തആല 5 നേരം നിർബന്ധ നിസ്കാരമാക്കിയാൽ നമ്മളെ സമയത്തിന് നമുക്ക് തോന്നുമ്പോൾ ഇല്ല, നീ നിന്റെ ദീനിൽ ഇഹ്സാൻ കാണിച്ചിട്ടില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞാൽ നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്കയാണ്. ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന് സമർപ്പിച്ചു എന്നാണ് നമ്മൾ നിസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്നത്. എൻ്റെ നിസ്കാരമാകട്ടെ, എൻ്റെ ആരാധന കർമ്മങ്ങളാകട്ടെ, ബലികർമ്മങ്ങളാകട്ടെ, അല്ല എൻ്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നമ്മൾ വിധേയപ്പെടും. അവൻ്റെ വിലക്കുകൾ മാനിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. അള്ളാഹു തആല പറഞ്ഞല്ലോ, വമൻ അഹ്സന ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. വമൻ അഹ്സന ദീനൻ, ആരാണ് ഏറ്റവും ദീനിനെ നന്നാക്കിയവൻ? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവൻ അവൻ്റെ മുഖത്തെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. വഹുവ മുഹ്സിൻ, അവനാണ് മുഹ്സിനായിക്കൊണ്ടാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പം മുഹ്സിനായ ഒരു വ്യക്തി എന്ത് ചെയ്യണം? സുഹൃതം ചെയ്യുന്ന, ഇഹ്സാൻ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ അല്ലാഹു തആലക്ക് അവനെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിന് കീഴൊതുങ്ങുന്ന ഒരുവനായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റബ്ബിനു കീഴൊതുങ്ങുന്നവനായിരിക്കണം മുസ്ലിം എന്ന് പറയുന്നവൻ, മുഹ്സിൻ എന്ന് പറയുന്നവൻ. ഇനി സഹോദരങ്ങളെ, ഇബാദത്തുകളുടെ ഇഹ്സാൻ നമ്മൾ നേരത്തെ ഹദീസ് ജിബ്രീൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തുകളുടെ ഇഹ്സാൻ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ടല്ലോ. ഇഹ്സാനിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞ്, പിന്നീട് ഈമാൻ കാര്യങ്ങൾ പറഞ്ഞ്, പിന്നീട് ഇഹ്സാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തല്ലോ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നമ്മൾ പറഞ്ഞു 2 മർത്തബകൾ നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഒന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് മർത്തബത്തുൽ മുഷാഹദ. റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അല്ലെ, നമുക്കൊരു ജോലി ഏൽപ്പിച്ച മുതലാളി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ടായിരിക്കും പണിയെടുക്കുക. അല്ലേ, എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ അബദ്ധമൊന്നും വരുത്താൻ നിൽക്കൂല. പ്രത്യേകിച്ച് നമുക്ക് വളരെ ഹൈപ്പൈഡ് സാലറിയാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റിയാൽ പുറത്തു പോകും. ഇങ്ങനെയൊക്കെ കൂടി ആയാൽ നമ്മൾ വളരെ കൃത്യമായിരിക്കും
മുതലാളി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ ഭൗതികമായ കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്ന സമയത്ത് അള്ളാഹു നേരെ മുന്നിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അത് മനോഹരമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതാണ് അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, മർത്തബത്തു മുഷാഹദയിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ മർത്തബത്തുൽ മുറാഖബയിൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നീ എപ്പോഴും നിന്റെ ഓരോ ഇബാദത്തിൻ്റെ വേളയിലും നീ ശ്രദ്ധിക്കുക. നമ്മളത് വിശദമായി അവിടെ പറഞ്ഞു പോയ കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ ഇബാദത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. അള്ളാഹുവിനോടുള്ള ദീനിലുള്ള ഇഹ്സാൻ നമ്മൾ പറഞ്ഞു, പിന്നീട് ഇബാദത്തിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞു. അതുപോലെ പടപ്പുകളോടെല്ലാം ഇഹ്സാൻ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഒരുപാട് തവണ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തോടുമൊക്കെ ഇഹ്സാൻ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അത് പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ തസ്ആ ഫീ ഈസാലിൻ നഫ്ഇ ലിന്നാസ്. നീ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കലാണത്. ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാക്കാൻ വേണ്ടി നീ പരിശ്രമിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിൽ പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽദറാ. അവർ വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്, ജനങ്ങൾക്ക് ചെലവഴിക്കുന്നവരാണ്. വൽ കാളിമീനൽ ഗൈള. അതുപോലെ തന്നെ കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ്. കോപത്തിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ തഗ്ലബിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പാക്കി കൊടുക്കുന്നവരാണ്. ജനങ്ങൾ അബദ്ധമൊക്കെ സംഭവിക്കും, നമുക്ക് പല വീഴ്ചകളൊക്കെ നമ്മളോട് ആളുകൾ ചെയ്യും, എല്ലാം മാപ്പാക്കി കൊടുക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള മുഹ്സിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ഗുണങ്ങൾ ഒരു മുഹ്സിൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ സമ്പാദ്യമുണ്ട് എങ്കിൽ വിഷമാവസ്ഥയിലാകട്ടെ സന്തോഷാവസ്ഥയിലാകട്ടെ ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അതാണ് മുഹ്സിൻ്റെ, ആളുകളോട് ഇഹ്സാൻ കാണിക്കുന്നവരുടെ സ്വഭാവ ഗുണമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ ആളുകളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. ദേഷ്യം വരും, ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവർത്തനക്കായിട്ട് ആൾക്കാർ ചുറ്റും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് വൽ കാളിമീനൽ ഗൈള എന്നാണ് പറഞ്ഞത്. അതായത് കോപത്തെ ഒതുക്കി വെക്കുക എന്നാണ് പറഞ്ഞത്. കോപം വരും, പക്ഷേ ഒതുക്കി വെക്കുക, പുറത്തേക്ക് എടുക്കാതിരിക്കുക. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾ ഇങ്ങോട്ട് കോപിക്കും, ഇങ്ങോട്ട് ഉപദ്രവിക്കും, അപ്പോൾ വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് അഫു കൊടുക്കുക, മാപ്പ് കൊടുക്കുക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അവിടെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ആളുകളോടുള്ള ഇഹ്സാനിന് 2 പദവിയുണ്ട്. ഒന്ന് മർത്തബത്തുൽ ഫദ്ൽ, 2 മർത്തബത്തുൽ അദ്ൽ. മർത്തബത്തുൽ അദ്ൽ നീതിയുടെ പദവി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഹക്കൊക്കെ കൃത്യമായി കൊടുക്കും, നിനക്ക് കിട്ടാനുള്ള ഹക്കുകൾ ജനങ്ങളിൽ നിന്ന് നീ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ഇത് നീതിയാണ്, മർത്തബത്തുൽ അദ്ലാണ്. ഇത് നീതിയാണ്, ഇതിൽ തെറ്റില്ല, ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാം. എന്നാൽ അതിനപ്പുറത്താണ് മർത്തബത്തുൽ ഫദ്ൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ ഇങ്ങോട്ട് തരാനുള്ള കാര്യങ്ങളിൽ നീ കൃത്യമായി എടുക്കൊന്നുമില്ല, ഇടക്ക് നീ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കും. എന്നാൽ അങ്ങോട്ട് കൊടുക്കാനുള്ള ഹക്കുകൾ കൃത്യതയുടെ അപ്പുറത്തേക്ക്, അതായത് നീതിയുടെ അപ്പുറത്തേക്ക് നീ എന്ത് ചെയ്യും, എപ്പോഴും അത് കൂട്ടിക്കൊടുക്കും. അവർക്ക് ഇത്രയാണ് ഇഹ്സാൻ ഇത്രയാണ് നന്മ ചെയ്യാനുള്ളത്, പക്ഷെ ഒന്നുകൂടി അങ്ങോട്ടേക്ക് കൊടുക്കുന്നൊരവസ്ഥ. ഇതൊക്കെ വലിയ പദവിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അയൽപ്പക്ക ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ചില അയൽവാസികൾ അവർക്ക് ഇങ്ങോട്ടൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ അവർ വളരെ കൃത്യമായി എല്ലാം ആവശ്യപ്പെട്ടു വരും. അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക. ചില നമ്മൾ അങ്ങോട്ടൊക്കെ ഒരു ആവശ്യമായി പോയി ബന്ധപ്പെട്ടാൽ അത് ചിലപ്പം വളരെ അതിൽ പിശുക്കത്തരോ അല്ലെങ്കിൽ വളരെ അതിൽ അലംഭാവമൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളത് കുഴപ്പമില്ല എന്ന് കാണിക്കുക. അത് കുഴപ്പമില്ല. നമ്മൾ ചില ഹക്കുകൾ വിട്ടുകൊടുത്തിട്ടും എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട ഹക്കുകൾക്കപ്പുറം നമ്മൾ കൊടുക്കുക എന്ന് പറയുന്ന വളരെ വലിയ മുആമലത്തു അൽ ഫദ്ൽ, ഫദ്ലിൻ്റെ അതാ ഔദാര്യതയുടെ അത് ആ ഒരു പദവി എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി കൊണ്ടും ഇഹ്സാൻ കൊണ്ടും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സഹോദരങ്ങളെ, അത് നമ്മൾ നേരത്തെ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചതാണ്. അതുപോലെ അൽ ഇഹ്സാൻ ഫിൽ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവത്തിൽ ഇഹ്സാൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സ്വഭാവത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വസ്ബിർ, നീ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ.
അങ്ങനെ ക്ഷമിക്കുന്ന മുഹ്സിനീങ്ങളുടെ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം ക്ഷമ എന്ന് പറയുന്നത് സ്വഭാവത്തിലുള്ള ഏറ്റവും വലിയ ഇഹ്സാൻ. അല്ലാഹു തആല ഒരൊറ്റ സ്വഭാവ ഗുണമാണ് അവിടെ പറയുന്നത്. കാരണം സ്വഭാവത്തിൻ്റെ ആകത്തുകയാണ്, അഖ്ലാഖിൻ്റെ ആകത്തുകയാണ് ഒരാൾ ക്ഷമിക്കുന്നവനാകുക എന്നുള്ളത്. അവന് ക്ഷമയുണ്ടോ എല്ലാ നന്മയുള്ള സ്വഭാവ ഗുണങ്ങളും അവൻ നേടിയെടുക്കാൻ പറ്റും. ക്ഷമയില്ലേ ഒന്നും നേടിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വസ്ബിർ, നീ ക്ഷമിക്കുക, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ചിലപ്പോൾ ക്ഷമിക്കുന്ന സമയത്ത് നമുക്ക് പലതും നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ തോന്നും അല്ലെ. പലതും ക്ഷമിക്കുന്ന സമയത്ത് പിശാചി പലതും അത് നഷ്ടപ്പെട്ടു, നിന്റെ വിലയാണ് കുറഞ്ഞത്, നിന്റെ സ്ഥാനം അങ്ങോട്ട് പോകും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അങ്ങനെ ക്ഷമിക്കുന്ന മുഹ്സിനീങ്ങളുടെ ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പ്രതിഫലവും പാഴാക്കി കളയുകയില്ല എന്ന് അല്ലാഹു തആല പറയാം. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എല്ലാത്തിലും അല്ലാഹു തആല ഇഹ്സാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ പണ്ഡിതന്മാർ ഭാഷാപരമായി ഒരു നിയമം കൂടി പറയാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് അർത്ഥം കിട്ടുന്നതാണ്. പക്ഷെ അലാ കുല്ലി ഷൈ, അല എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് അല എന്നുള്ള വാക്ക് അശ്അറത് ബിൽ ഫദ്ൽ എന്ന് പറയും. അല എന്നുള്ള വാക്ക് തന്നെ കുറച്ച് അധികം ചെയ്യണമെന്നാണ്. അതായത് ഇഹ്സാൻ എപ്പോഴും നീതിയുടെ കുറച്ച് മുകളിൽ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും പറയുന്നത്. എല്ലാവരും മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മിഖ്ദാറുൻ സായിദ്, കുറച്ചധികം കണക്ക് ചെയ്യണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ സഹോദരങ്ങളെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇഹ്സാനിൽ നമ്മൾ ഉമൂറുൻ ആദിയ, സ്വാഭാവികമായുള്ള നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളിലും ഇഹ്സാനുണ്ട്. നമ്മൾ നേരത്തെ ഇതും സൂചിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ വ്യക്തിയും അവൻ്റെ നിത്യജീവിതത്തിൽ വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കും. കച്ചവടമായിട്ടും അതുപോലെ വേതനത്തിന് ജോലി എടുക്കുന്നവനായിട്ടും സാലറി വാങ്ങിയിട്ടൊക്കെ ഓരോ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളായിരിക്കും ഓരോരുത്തരും. ഇവരെല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് ജോലികളിൽ ഇഹ്സാൻ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നുകൂടി ഈ ഹദീസിൽ അർത്ഥമുണ്ട് എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ഒരു കാർ മെക്കാനിക്കാണ് എങ്കിൽ നീ ആ പണി ഏറ്റവും നന്നാക്കി ചെയ്യണം. അതിനുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിൽ നീ ഇത്ഖാൻ ചെയ്യണം, കൃത്യതയോടുകൂടി പണിയെടുക്കണം. അത് പൂർണ്ണമാക്കി തന്നെ ചെയ്യണം, ഏറ്റവും മനോഹരമായ ഭംഗി തന്നെ അത് ചെയ്യണം. അത് ദീൻ്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിം അവൻ്റെ നിത്യജോലികളിൽ അങ്ങനെ ആയിരിക്കും. അവനൊരു പഠിപ്പിക്കുന്നവനാണെങ്കിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നവനായിരിക്കണം. ഏതേത് ജോലിയാകട്ടെ, ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരാണ്. ആ ജോലിയിൽ എത്ര പെർഫെക്ഷൻ വരുത്താൻ സാധിക്കും എന്നതായിരിക്കണം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അത് വലിയ ഗുണമുള്ള കാര്യമാണ്. ഒരു മുസ്ലിം അങ്ങനെ ആകുന്ന സമയത്ത് സഹോദരങ്ങളെ, അവൻ അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ അവൻ്റെ ആ ഒരു ജോലി കൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ്റെ ദീനിനെ ഇഷ്ടപ്പെട്ടേക്കും. അല്ല, അവൻ വളരെ കൃത്യമായിട്ടാണ് കച്ചവടം ചെയ്യുക. അവനങ്ങനെ മോശമാക്കുന്ന ഒരു സ്വഭാവം അവനിൽ കാണാൻ സാധിക്കില്ല. അവൻ്റെ ഒരു പണി ഏൽപ്പിച്ചാൽ വളരെ കൃത്യമായിട്ടാണ്, അവനെക്കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം ചെയ്യുന്നവനാണ്. അതിൽ മടി കാണിക്കുക, അലംഭാവം കാണിക്കുക, പൂർത്തിയാക്കാതിരിക്കുക, അത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കലാണ്. ദീനിൻ്റെ അധ്യാപനങ്ങൾക്കെതിരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു മിൻ അഹദികും ഇദാ അമില അമലൻ അൻ യുത്ഖിനഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു, അവനൊരു പണിയെടുത്താൽ യുത്ഖിനഹു, അത് കൃത്യമായി ചെയ്യും, ഇത്ഖാനാക്കി ചെയ്യും. അതേത് പണി നമ്മൾ ഏറ്റെടുത്താലും അത് വളരെ നന്നാക്കി ചെയ്യണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. എങ്ങനെയൊക്കെ അത് ചെയ്ത് ഒഴിവാക്കാം, അത് ആ രൂപത്തിലൊക്കെ കൊടുത്തേക്കാം. അങ്ങനല്ല, നമ്മൾ എന്ത് പണിയാണോ ഏറ്റെടുത്തിട്ടുള്ള ദുനിയാവിൽ അങ്ങനെ നമ്മൾ ചെയ്താൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു അതിൽ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാമെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നന്നാക്കുന്നത്. കാരണം ഇത് ദീൻ്റെ താല്പര്യമാണ്. ഞാൻ ഈ ഒരു പണിയുന്നതാണ്, അത് ദീനിൻ്റെ വല്ല പ്രബോധനമൊന്നുമല്ല, കുറച്ച് എൻ്റെ ദുന്യവിയായ പണിയാണ്. പക്ഷെ അത് ഏറ്റവും നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അത് നന്നാക്കാം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ശരി, ഇവിടെ ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ എന്ന് പറയുമ്പോൾ ആ കിതാബത്ത് അതിൽ വാജിബായതും ഉണ്ടാകും, മുസ്തഹബായതും ഉണ്ടാകും. നമ്മൾ പറഞ്ഞു അവിടെ ഷറഅ എന്നുള്ള അർത്ഥമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാജിബായതും മുസ്തഹബായതും രണ്ടും ഇതിലുണ്ടാകും. ഇഹ്സാൻ വാജിബായതുകൊണ്ട് ഇഹ്സാൻ മുസ്തഹബായതുകൊണ്ട്. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ നമ്മൾ ഇഹ്സാൻ കാണിക്കണം. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ഇഹ്സാൻ കാണിക്കണം. അവിടെ വാജിബായ ഇഹ്സാൻ എന്തൊക്കെയാണ്? വാജിബായ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷർത്ത് മുഴുവൻ പൂർത്തിയാക്കിയിട്ട് വേണം വരാൻ. അത് അതിൻ്റെ വാജിബായ ഇഹ്സാനാണ്. അതിൻ്റെ റുക്കിനുകൾ പൂർത്തിയാക്കി നമ്മൾ ചെയ്യണം. ഒരു റുക്കിന് നഷ്ടപ്പെടുത്താൻ പാടില്ല, നിർബന്ധമാണ്. എന്നാലും നിസ്കാരം ശരിയാവുള്ളൂ. നിസ്കാരം അത് നന്നാക്കി ചെയ്യുക എന്നുള്ളതിൽ നിർബന്ധമായ കാര്യമാണ്. അതിൻ്റെ ഷർത്തുകൾ പാലിക്കണം.
അതിൻ്റെ റുക്കിനുകൾ പാലിക്കണം, അതിൻ്റെ വാജിബുകളും പാലിക്കണം. ഇതെല്ലാം നിർബന്ധമായ ഇഹ്സാനിൽ പെടുന്ന കാര്യമാണ്. എന്നാൽ നിസ്കാരത്തിൽ സുന്നത്തായ ഇഹ്സാനുണ്ട്. അതെന്താണ്? അത് ഈ പറയുന്ന ഷർത്തോ അതല്ലെങ്കിൽ റുക്കിനോ വാജിബോ അല്ലാത്ത ബാക്കിയുള്ള സുന്നത്തുകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അവിടുന്ന് എങ്ങനെയാണോ കൈവച്ചത് അതുപോലെ ചെയ്യൽ അത് ഇഹ്സാനാണ്. അവിടുന്ന് എങ്ങനെയാണോ കൈ ഉയർത്തിയത്, അല്ലെ, നമുക്കൊരാൾക്ക് കൈ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവൻ നിർബന്ധമായ ഇഹ്സാൻ ചെയ്തു. പക്ഷെ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തി കഴിഞ്ഞാൽ അത് നിർബന്ധമായ തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം കൈ ഉയർത്തുക എന്ന് പറയുന്ന സുന്നത്തായ ഇഹ്സാൻ കൂടി അവൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു, എങ്ങനെ വെച്ചു, എങ്ങനെയാണ് എഴുന്നേറ്റത് എല്ലാം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമ്മൾ വാജിബും സുന്നത്തുമായ ഇഹ്സാൻ സഹോദരങ്ങളെ നമ്മളതിൽ പാലിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് വലിയ അഭിമാനം നൽകുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് വലിയ ഫഖർ ഉണ്ടാകുന്ന, വലിയ അഭിമാനം നടിക്കാൻ പറ്റുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ മുഴുവൻ ഇഹ്സാൻ നമ്മുടെ നിസ്കാരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ. നമ്മൾ നോമ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? രാവിലെ മുതൽ പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഹറാമായ കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല, ഹറാമ് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഹറാമായ കാഴ്ചകൾ കാണാൻ പാടില്ല, ഹറാമിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല, ഗീബത്ത് നമീമത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് നിർബന്ധമായ നോമ്പിൻ്റെ ഇഹ്സാനിൽപ്പെട്ട കാര്യമാണ്. നിർബന്ധമായ അതിൻ്റെ ഇഹ്സാനിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം നമുക്ക് ഒരുപാട് ദിക്റുകൾ ദുആകളൊക്കെ നോമ്പുകാരനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ ഖൈറുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ഇഹ്സാനാണ്. ഇത് നമ്മൾ ഉദാഹരണം പറഞ്ഞാണ്. ഏതൊരു കാര്യത്തിൻ്റെയും വാജിബായതും സുന്നത്തായതുമായ ഇഹ്സാൻ അതിനുണ്ടാകും. ഏതൊരു കർമ്മത്തിനും വാജിബായതും സുന്നത്തായതുമായ ഇഹ്സാൻ അതിനുണ്ടാകും. ഇത് രണ്ടും ഈ ഹദീസിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്ന ഉദാഹരണം, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ ആ കൊല്ലുന്ന രൂപം അത് ഏറ്റവും നന്നാക്കണം, ഏറ്റവും ഇഹ്സാനോടുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചിലരെ കൊല്ലുവാൻ ദീനുൽ ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യന്മാരെ ആണെങ്കിൽ ഇങ്ങോട്ട് കൊന്ന ഒരു മനുഷ്യനെ ഒരു ഇസ്ലാമിക ഭരണകൂടമുള്ള നാട്ടിൽ ആ ഭരണാധികാരിക്ക് എന്തു ചെയ്യാം? ആ മനുഷ്യനെ, ഒരു വ്യക്തിയെ കൊന്ന മനുഷ്യന് തിരിച്ചു കൊല്ലാം. അപ്പം അങ്ങനെയുള്ള കൊല്ലൽ അവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അനുവാദമുള്ള കാര്യമാണ് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ കൊല്ലുക എന്നുള്ളത്. മനുഷ്യരെ കടിക്കാൻ വരുന്ന നായകളുണ്ട് എങ്കിൽ അത്, അതുപോലെ തന്നെ പാമ്പ്, തേള്, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. കാക്ക, അതുപോലെ തന്നെ പരുന്ത്, ഗരുഡൻ, റാഞ്ചി, പ്രാപ്പിടിയനൊക്കെ പോലത്തെ എലി, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. ഹില്ലിലും ഹറമിലും നിങ്ങൾക്ക് കൊല്ലാം. ഹറമിൽ സാധാരണ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അത് ഹറമിലും കൊല്ലാം. അങ്ങനത്തെ തെമ്മാടികളാണ് എന്ന് പറഞ്ഞ് 5 മൃഗങ്ങളെ, ജീവികളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൽ ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൊല്ലുന്ന സമയത്താണെങ്കിലും ശരി എന്ത് നമ്മൾ ചെയ്യണം? ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. കൊല്ലാൻ പറഞ്ഞല്ലേ എന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ചിത്രവധം നടത്തുക എന്നുള്ളതല്ല. അതെന്താണ് ചിത്രവധം എന്ന് പറയുന്നത്? അതിനെ പരമാവധി വേദനിപ്പിച്ചിട്ട് എല്ലായിടത്തും വ്രണം ഉണ്ടാക്കി. ഒരു എലിയെ നമുക്ക് കൊല്ലാൻ അനുവാദമുണ്ട്. അപ്പോൾ കൊല്ലുമ്പോൾ അതിന് കൈ മുറിച്ചിട്ട്, കാല് മുറിച്ചിട്ട്, അതിൻ്റെ ശരീരത്തിൽ ശരിക്ക് കൊല്ലാതെ വ്രണമൊക്കെ ഉണ്ടാക്കി ഒരടിയൊക്കെ അടിച്ച് അതിനങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ പടഞ്ഞ് മരിക്കാനിടുക. ഇത് ദീൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് സഹോദരങ്ങളെ, കൊല്ലാൻ അനുവാദമുള്ളതിനെ ഫഅഹ്സിനുൽ ഖിത്ല എന്നാണ് പറഞ്ഞത്. നന്നാക്കി കൊല്ലണം എന്ന് പറഞ്ഞാൽ വേഗം ചാവുന്ന രൂപത്തിൽ കൊല്ലണം എന്നാണ് പറയുന്നത്. എത്രത്തോളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിലുള്ള ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ എലിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില പശകളൊക്കെ ഉണ്ടല്ലോ എലിയെ കൊല്ലാൻ. അങ്ങനെയുള്ള പശയിൽ വെച്ച് എലി അതിൽ കുടുങ്ങിക്കാൻ ഉടനെ തന്നെ എലിനെ കൊല്ലണം എന്നാണ്. അല്ലാതെ കുറേ ദിവസം ഇനി അതിനെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എലിനെ അങ്ങനെ നിർത്തി കൊല്ലുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ എലിയെ അങ്ങനെ തന്നെ പിടിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവച്ചിട്ട് വെയിൽ കൊള്ളിപ്പിച്ച്, അല്ല ഇതിനെ വേദനിച്ച് കരിഞ്ഞ് ആ വെയിലത്ത് അങ്ങനെ ചെയ്യരുതെന്നാണ്. എലിയെ പശയിൽ ആക്കി അപ്പം തന്നെ അതിനെ കൊല്ലു തീർക്കുക. നമ്മുടെ പണി എന്താണ്? ഉദ്ദേശം എന്താണ്? എലിയെ വേദനിപ്പിക്കുക എന്നുള്ളതാണോ? അല്ല. എലി നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് അനുവാദം നൽകിയിട്ടുണ്ട് കൊല്ലാൻ. ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊല്ലുന്നു. അതിനപ്പുറത്തേക്ക് എലി കുറച്ച് പണി എലിക്ക് കൊടുക്കണം, അങ്ങനെ ഉണ്ടോ? നമുക്ക് എലി നമ്മളെ കുറച്ച് ഇടങ്ങാറാക്കിയിട്ടുണ്ട്, കുറേ ദിവസമായി ഇപ്പോൾ വീട്ടിൽ, അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ, മരിക്കണ്ട. അല്ല, ഫഅഹ്സിനുൽ ഖിത്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് ആ രൂപത്തിൽ പെടും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നായയാണെങ്കിലും അങ്ങനെ തന്നെ. നായ
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അനുവാദമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ അനുവാദമുള്ള സ്ഥലങ്ങളാണെങ്കിൽ, ബുദ്ധിയുള്ള ഭരണാധികാരികൾ ജീവിക്കുന്നിടങ്ങളിൽ ഉപദ്രവിക്കുന്ന നായകളെ അവർ കൊല്ലാൻ അനുവദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് നായ ആൾക്കാരൊക്കെ കടിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നായ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. നായ പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉപദ്രവം തീർക്കാൻ വേണ്ടിയാണ് കൊല്ലാൻ പറഞ്ഞത്, അല്ലാതെ അതിനോട് പ്രതികാരം തീർക്കാനല്ല. അപ്പോൾ ഫഅഹ്സിനുൽ ഖിത്ല, ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ കൊല്ലുന്ന സമയത്ത് ഏറ്റവും നന്നാക്കി നിങ്ങൾ കൊല്ലുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ഇസ്തിസ്ന, ഒരു ഒഴികഴിവ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും ചില ശത്രുക്കൾക്ക് പോലും ഇല്ലാത്ത നിയമമാണ് ചിത്രവധം നടത്താൻ പാടില്ല. യുദ്ധത്തിലാണെങ്കിലും നേർക്കുനേരെ കൊല്ലുക എന്നുള്ളതാണ്. ഒരാളെ അങ്ങനെ ശരീര ഭാഗങ്ങളിലൊക്കെ മുറിവേൽപ്പിച്ച് ഗുഹ്യ ഭാഗങ്ങളിലൊക്കെ കുന്തം കയറ്റി അങ്ങനെയൊക്കെ ഉപദ്രവിച്ച് കൊണ്ട് കൊല്ലുക എന്നുള്ളത് ചിലപ്പോൾ ശത്രുക്കൾ ചെയ്യും മുസ്ലിമീങ്ങൾ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് അവിടെ വിജയം കിട്ടുകയാണ് എങ്കിൽ അവിടെ ഖാദിക്ക് വിധിക്കാം, ഇങ്ങനെ ഒരു മുസ്ലിമിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊന്ന വ്യക്തിയെയും അതേപോലെ കൊല്ലാം. അതതിന് നീതിയാണ്. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ അയാൾക്ക് പണി തിരിച്ചും കിട്ടും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിനി ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നീതി അവിടെ നടപ്പാക്കുന്നതാണ്. അത്തരം ഘട്ടങ്ങളിൽ ഒഴികെ അയാൾ എങ്ങനെയാണോ ഇങ്ങോട്ട് ചിത്രവധം ചെയ്തത് അതേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക ഭരണകൂടമുള്ള ഇടങ്ങളിൽ ഒരാൾ, ഒരു വിവാഹിതനായ വ്യഭിചാരി, അയാൾക്കുള്ള ശിക്ഷ സാക്ഷിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ഞാൻ വിഭജിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ നിബന്ധനകളൊക്കെ ഒത്താൽ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് ഇഹ്സാൻ. അതല്ലാതെ അവിടെ നമുക്ക് അയാൾക്ക് ചെറിയ പോയ്സൺ കൊടുക്കുക, അതാണ് ഇഹ്സാൻ നമ്മൾ ധരിക്കാൻ പാടില്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ് ഇഹ്സാനുൽ ഖത്ലി അയ്യഖ്തുല കമാ ശറഅ അല്ലാഹ്. ഖത്ലിലുള്ള ഇഹ്സാൻ, കൊലയിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹു ശരീഅത്താക്കിയതുപോലെ അത് കൊല്ലുക എന്നുള്ളതാണ്. അവിടെ ആരും ഇനിയിപ്പോൾ പുതിയ നിയമം കൊണ്ടുവരാനും അത് ഇഹ്സാൻ അല്ല എന്തിരിക്കാൻ നിൽക്കേണ്ടതില്ല. അത് അതിൻ്റെതായ ഹിക്മത്തുകൾ ഉള്ളത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. കാരണം ശരീരം മുഴുവൻ ആസ്വദിച്ച ഒരു ഹറാമിന് ശരീരം മുഴുവൻ അതിന് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് അവന് കഫാറത്തും കൂടിയാണ്, പ്രായശ്ചിത്വം കൂടിയാണ്. ആ ശിക്ഷ അവൻ ഭൂമിയിൽ ഏറ്റുവാങ്ങിയാൽ പരലോകത്ത് ആ ശിക്ഷ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല നിയമമാക്കിയ ഒരു കാര്യമാണ് എങ്കിൽ നമ്മൾ എന്തു മനസ്സിലാക്കണം? അതാണ് ഇഹ്സാൻ. അല്ല നമ്മളെ വകന് പുതിയ ഇഹ്സാൻ കൊണ്ടുവരേണ്ടതില്ല. ആ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കാം. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ഫൈദാ ഖതൽതു ഫഅഹ്സിനുൽ ഖിത്ല കഴിഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞത് വൈദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ. ചില റിവായത്തിൽ ഫഅഹ്സിനു ദബ്ഹ് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ അറവ് നടത്തുകയാണ് എങ്കിൽ ഫഅഹ്സിനു ദബ്ഹ, നിങ്ങൾ ആ അറവ് നന്നാക്കണം. ഇപ്പൊ ഖത്ൽ ദബ്ഹ് എന്ന് പറയുന്ന രണ്ട് വാക്കും കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ, അറവ് നടത്തുക എന്നുള്ള അർത്ഥത്തിൽ ഏതാണ്ട് ഒരേപോലെ വരുന്നതാണ്. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് പ്രയോഗിക്കുന്ന സമയത്ത് ഖത്ൽ എന്ന് പറയുന്നത് ഗൈറു മഅ്കൂലായിട്ടുള്ള കാര്യത്തിന്, അഥവാ നമുക്ക് തിന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത കാര്യത്തിനാണ് ഖത്ൽ എന്നുള്ള വാക്ക് പ്രയോഗിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മനുഷ്യന്മാരെ കാര്യം, പ്രതികാര നടപടി, മനുഷ്യന്മാരെ തിന്നാൻ പറ്റില്ലല്ലോ. ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൊല്ലുന്ന, അതൊക്കെ ഖത്ൽ എന്നാണ് പ്രയോഗിച്ചത്. അന്ന് തിന്നുന്ന വസ്തുക്കളല്ല. അപ്പം അത് അങ്ങനെയുള്ളതിനെ കൊല്ലുമ്പോഴും ഏറ്റവും നന്നാക്കി കൊല്ലുക. ഇനി അറവ് നടത്തുന്ന കാര്യം, നമുക്ക് ഭക്ഷ്യയോഗ്യമായ മഅ്കൂലായ ആടുമാട് ഒട്ടകങ്ങളെ നമ്മൾ അറവ് നടത്തുന്ന സമയത്ത് അതും ചെയ്യണം. വഇദാ ഖതൽതും വഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ. ഏറ്റവും നന്നായി അറവ് നടത്താനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എങ്ങനെയാണ് ഏറ്റവും നന്നായി അറവ് നടത്തേണ്ടത്? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിരിക്കുകയാണ്, കത്തി മൂർച്ച കൂട്ടിയിട്ട് ആ ഉരുവിന് ആശ്വാസം നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നന്നായി അറവ് നടത്തണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്? ഒരു അറവ് മൃഗത്തിനെ കൊല്ലുവാൻ വേണ്ടി കിടത്തിയതിന് ശേഷം കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് കണ്ടു. അതായത് അവിടെ കിടത്തി കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും ചിലപ്പോൾ കാണുന്നൊരു കാര്യമാണ്. അതിന് കിടത്തിയതിന് ശേഷം ഉണ്ടാവും ഇയാൾ തന്നെ കല്ലിയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നന്നായി വിമർശിക്കുകയാണ് ചെയ്തത്. നിനക്കിത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ? ഈ ഒരു മൃഗത്തെ ഒരുപാട് തവണ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം മനുഷ്യനെ പോലെ തന്നെ ഈ മൃഗങ്ങൾക്കും എന്നെ കൊല്ലുവാൻ പോകുകയാണ്, ഞാൻ വേദനിപ്പിക്കപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞ വികാരങ്ങൾ ഇതിനുണ്ടാകും, മരണഭയം അതിനുണ്ടാകും. അതുകൊണ്ട് ഒരുപാട് നീ അങ്ങനെ അതിനെ കൊല്ലുകയാണോ, ഒരുപാട് മരണങ്ങൾ അതിന് നൽകുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച് പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കത്തി നന്നായി നേരത്തെ മൂർച്ച കൂട്ടി. പണ്ഡിതന്മാർ പറയുന്നു, ഒരു മൃഗത്തെ കൊല്ലുന്ന സമയത്ത് മറ്റൊരു മൃഗത്തെ അവിടെ കൊണ്ടു നിർത്താൻ പാടില്ല, മറച്ചു പിടിക്കണം. പറവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്.
നമ്മൾ ബലിപെരുന്നാളിന് അറവ് നടത്തുമ്പോഴാകട്ടെ, ഇനി അതല്ല അറവുശാലയിൽ ജോലിയുള്ള ആളുകളാകട്ടെ, അതല്ല മറ്റു സമയങ്ങളിൽ നമ്മളിൽ ഒരാൾ അറക്കുന്നുണ്ടെങ്കിലാകട്ടെ, നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി എടുക്കണം. കാരണം മൂർച്ചയുള്ള കത്തിയെ പെട്ടെന്ന് മുറിയുന്ന കത്തിയാകുമ്പോൾ ഈ മൃഗത്തിന് ഒരു വേദന ഉണ്ടാവുകയില്ല എന്ന്. കാരണം ഇതിൻ്റെ ഇവിടെയുള്ള ആ നരമ്പം കണ്ട് കട്ടാൽ പിന്നെ വേദന ഒന്നും അറിയുന്നില്ല. അത് പിടക്കുന്നത് വേദന ഉണ്ടൊന്നുമല്ല, അതിൻ്റെ രക്തം അങ്ങനെ വാർന്ന് തീരുന്നേ ഉള്ളൂ, അല്ലാതെ അതിന് പിന്നെ വേദന ഒന്നുമില്ല. അങ്ങനെ ചില ആൾക്ക് അത് വലിയ പ്രയാസമാണ്, അതിനൊരു വേദനയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് കഴിക്കാനും അവർക്ക് ഉപജീവനത്തിനും വേണ്ടി നിശ്ചയിച്ചത് തന്നെയാണ്. അള്ളാഹു തആല അങ്ങനെ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അതിനോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെ അറുക്കുന്ന സമയത്ത് മൂർച്ചയില്ലാത്ത അല്ലെ പണി അറിയാത്ത ആളുകളൊന്നും അതിന് നിൽക്കരുത്. മറിച്ച് വളരെ കൃത്യമായി അറവ് നടത്തുക. പണ്ഡിതന്മാർ അതോടൊപ്പം പറഞ്ഞതാണ്, ജീവൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ അവയവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കഷ്ണിക്കാൻ പാടില്ല, മുറിച്ചെടുക്കാൻ പാടില്ല. അതിൻ്റെ ജീവൻ പൂർണ്ണമായിട്ട് പോകണം. അല്ല ചിലയിടത്ത് ഭയങ്കര തിരക്കായിരിക്കും, അപ്പോൾ കോഴി ഇങ്ങനെ പടുക്കുണ്ടാവും, അന്നേരം ഒന്നെ എടുത്ത് ഒറ്റ കൊത്തക അങ്ങ് തുടങ്ങിക്കളയും. അത് ശരിയല്ല. അതൊക്കെ ഈ ഹദീസിനെതിരാണ്. ഇത് ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, അറവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും നന്നാക്കിയിട്ട് സഹോദരങ്ങളെ അറവ് നടത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ഇത് രണ്ട് രൂപത്തിൽ ഈ ഹദീസിനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഖാഇദ, ഒരു അടിസ്ഥാനം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, ഉമ്മത്തിന് പറഞ്ഞു നൽകിയത്. അത് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അതായത് ഇഹ്സാൻ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈ എന്ന് പറഞ്ഞിട്ട് ആ ഇഹ്സാൻ ചെയ്യേണ്ടതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞതാണ്. അങ്ങനെ ചില വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു, അല്ല, ഇത് അറവ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസാണ്. കാരണം ഈ ഹദീസ് പല ഗ്രന്ഥങ്ങളിലും ബാബു സൈദി വദ്ദബായ, വേട്ട നടത്തുന്നതിൻ്റെയും അറവ് നടത്തുന്നതിൻ്റെയും അധ്യായം, അവിടെയുള്ള മര്യാദകൾ പറയുന്നിടത്താണ് ഇത് കൊടുത്തത്. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതാണ്. അതിൽ നിന്നും നമുക്ക് ഇഹ്സാൻ എല്ലാത്തിലും വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഈ രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാകാം. രണ്ടായാലും ഏറ്റവും നല്ലൊരു മുഅല്ലിമിൻ്റെ, ഏറ്റവും നല്ല ഒരു അധ്യാപകൻ്റെ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു അടിസ്ഥാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു അടിസ്ഥാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ഇനി അതല്ല, ഒരു ഉദാഹരണം നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരു അടിസ്ഥാനമുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കേൾക്കുന്ന ആൾക്ക് എവിടെയെല്ലാം ഈ കാര്യങ്ങൾ വരുന്നു അവിടെയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഇഹ്സാൻ കാണിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഇഹ്സാൻ കാണിക്കണമെന്ന് പറയുന്ന ഒരു അടിസ്ഥാന അൽ ഖാഇദത്തുൽ കുല്ലിയ, ഒരു പൊതു തത്വം, എല്ലാത്തിലും പാലിക്കേണ്ട ഒരു തത്വം ഉണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നത്. പിന്നീട് പണ്ഡിതന്മാർ ഈ ഹദീസിൽ ചോദിച്ച മറ്റ് ചില കാര്യങ്ങളാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ പലതിലും ഉണ്ട് നമ്മൾ പറഞ്ഞു. ദീനിൽ ഇഹ്സാൻ ഉണ്ട്, ഇബാദത്തിൽ ഇഹ്സാൻ ഉണ്ട്, അഖ്ലാഖിൽ ഇഹ്സാൻ ഉണ്ട്, ഇങ്ങനെ പലതിലും ഉണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രണ്ട് അറവിൻ്റെയും കൊല്ലലിൻ്റെയും ഉദാഹരണം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്തുകൊണ്ട് ഇബാദത്തിൻ്റെ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് തൗഹീദിൻ്റെ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞില്ല? ഇതുമാത്രം പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് മറുപടികൾ നമുക്കതിന് പറയാനുണ്ട്. ഒന്നാമത്തേത്, ഇത് ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറവിൻ്റെയും അതുപോലെ തന്നെ ഒരു മൃഗങ്ങളോട് കാണിക്കുന്ന കാര്യമാണല്ലോ അറവും കൊല്ലലൊക്കെ. അതിനോട് ഇഹ്സാൻ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പിന്നെ എല്ലാത്തിലും കാണിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും. ഒരു കേവല ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനാണ് ഖത്ൽ എന്ന് പറയുന്നത്. ഒരു എലിയെ കൊല്ലുന്ന വിഷയത്തിൽ, ഒരു പാമ്പിനെ കൊല്ലുന്ന വിഷയത്തിൽ, ഒരു തേളിനെ കൊല്ലുന്ന വിഷയത്തിൽ നിങ്ങൾ ഏറ്റവും നന്നാക്കി കൊല്ലണമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള ഇഹ്സാനെ കുറിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്നാണ്. രണ്ടാമത്തെ മറുപടിയായിട്ട് അവർ പറഞ്ഞു, ആളുകൾ പൊതുവെ ഈ കൊല്ലുന്നതിൻ്റെയും അറവിൻ്റെയൊക്കെ വിഷയത്തിൽ മനുഷ്യരിൽ പലരും പരുക്കൻ സ്വഭാവം കാണിക്കുന്നവരാണ്. കാരണം കൊല്ലുന്നത് എപ്പോഴും ഒരു വെറുപ്പുള്ള ജീവികളാണല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ കാണുന്നത്. പാമ്പിനെയൊക്കെ കൊല്ലുമ്പോൾ അങ്ങനെ ഉപദ്രവിച്ചിട്ട് കത്തിച്ചിട്ടൊക്കെ ചെയ്യാൻ പാടില്ലാത്ത. അപ്പോൾ ആളുകൾക്ക് പൊതുവെ ശ്രദ്ധ കുറയുന്ന ഒരു വിഷയമാണ് ഈ അറവിൻ്റെയും കൊല്ലലിൻ്റെയൊക്കെ മേഖല. അതുകൊണ്ട് ആ ഉദാഹരണം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് എന്നാണ്. അങ്ങനെ ഈ രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്യുഹിദ്ദ അഹദുക്കും ശഫ്റതഹു വല്യുരിഹ് ദബീഹതഹു, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ അവൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടട്ടെ, അങ്ങനെ അറവു മൃഗത്തിന് ആശ്വാസം നൽകട്ടെ എന്നാണ്. വല്യുഹിദ്ദ എന്നും വല്യഹുദ്ദ എന്നും വല്യഹിദ്ദ എന്നൊക്കെ അത് അറബി ഭാഷയിൽ
അനുവദനീയമായ പ്രയോഗങ്ങളാണ്. ഷഫ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കത്തി എന്നാണ് പറയുന്നത്. അതിന് ഹദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടുക എന്നാണ് അർത്ഥം. മൂർച്ച കൂട്ടുക. ഷഫ്രത്ത് എന്ന് പറഞ്ഞാൽ കത്തി, ഉപയോഗിക്കുന്ന കത്തിക്കാണ് അത് പറയുക. വല്യൂരി ദബീഹത്തഹു, അറവ് മൃഗത്തിന് ആശ്വാസം പകരട്ടെ എന്ന് പറഞ്ഞ് വേഗത്തിൽ മുറിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞതാണ് അതിൻ്റെ മുതുകൊന്ന് ഒടിക്കുന്ന രൂപത്തിലാക്കാൻ പാടില്ല, അതിൻ്റെ കൈകാലുകൾ ഒടിക്കുന്ന രൂപത്തിലാക്കാൻ പാടില്ല. ഇവിടെ മറ്റു പല ആളുകളും അറവ് നടത്തുന്നത് അങ്ങനെയാണ് സഹോദരങ്ങളെ. മറ്റു പല ആളുകളും അറവ് നടത്തുന്നത് കേരളത്തിൽ തന്നെയൊക്കെ പല തെക്കൻ ജില്ലകളിലൊക്കെ പോയ മൃഗങ്ങളോട് കടുത്ത അക്രമവും ക്രൂരതയൊക്കെ കാണിക്കുന്നത് കാണാൻ പറ്റും. തലക്കടിച്ചിട്ട് കൊല്ലുക, പോത്തിനൊക്കെ തലക്കടിച്ചിട്ട് കൊല്ലുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഡോറിൻ്റെ ഇടയിലും അതിനൊക്കെ ഇറുക്കി കൊല്ലുക, ഈ രൂപത്തിലൊക്കെ ഉപദ്രവിച്ച് കൊല്ലുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാം വളരെ കൃത്യമായി സഹോദരങ്ങളെ മൃഗങ്ങളോട് പോലും വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അതിനോട് കൊല്ലാൻ കൽപ്പിച്ചിരിക്കുകയാണ് എന്ന കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ദീനുൽ ഇസ്ലാമിൽ മൃഗങ്ങളോട് അങ്ങേയറ്റം റിഫ്ഖ് കാണിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരിക്കലൊരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് ഇന്നി ലഅദ്ബഹു അശ്ശാത്ത് വ അർഹമുഹ. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ആടിനെ അറുക്കുകയും അതിനോട് കരുണ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വശ്ശാത്തു ഇൻ റഹിംതഹ റഹിമക്കല്ലാഹ്. ആട് നീ അതിനോട് കരുണ കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മൃഗങ്ങളോടൊക്കെ കരുണ കാണിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളോട് അങ്ങേയറ്റത്തെ റിഫ്ക്ക് വേണം. അത് അറവിൻ്റെ സമയത്ത് വേണമെങ്കിൽ, അറവ് എന്ന് പറഞ്ഞാൽ കയ്യിനുമാണ്, അതിന് ജീവനില്ല, ആ സമയത്ത് വേണമെങ്കിൽ ജീവിക്കുന്ന കാലയളവിൽ മുഴുവൻ അതിനോട് റിഫ്ക്ക് നമുക്ക് വേണ്ടതുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മൃഗത്തെ പോറ്റുന്നുണ്ട്, ഒരാൾ പൂച്ചയെ പോറ്റുന്നുണ്ട്, കിളികളെ പോറ്റുന്നുണ്ട്, അങ്ങനെ എന്തിനൊക്കെ പോറ്റുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അതിന് കൃത്യമായി ഭക്ഷണം നീ നൽകിയിരിക്കണം. അതിന് കൃത്യമായി ഭക്ഷണം നൽകിയിരിക്കണം. അതായത് വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഭക്ഷണത്തിന് വേറെ വകുപ്പില്ല, പോയി പുറത്തു പോയി കഴിക്കാത്ത മൃഗങ്ങളാണ് എങ്കിൽ നീ ഇത് കൃത്യമായി നൽകിയിരിക്കണം. അങ്ങനെ നൽകാതെ അതിനെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്, നിസ്സാരമല്ല. കാരണം ഒരു സ്ത്രീ നരകത്തിൽ പോകാനുള്ള കാരണമായിട്ടുള്ളത് അവളൊരു പൂച്ചയെ കെട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കുകയോ അതിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയോ ചെയ്യാത്തതാണ്. അതാണ് നരകത്തിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വൻപാപത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. വന്നത് സഹോദരങ്ങളെ, ഒരു കൊല്ലുവാൻ അറക്കുവാൻ വേണ്ടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും അങ്ങേയറ്റത്തെ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ദീനുൽ ഇസ്ലാം എത്രമാത്രം മനോഹരമായതും പൂർണ്ണമായതുമായ ദീനാണ് എന്ന് നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദീനുൽ ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള മഹാസിനുകൾ, അതിൻ്റെ നന്മകൾ നമ്മൾ ശരിക്കും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദീനുൽ ഇസ്ലാമിൻ്റെ മുഴുവൻ നന്മകളും ജനങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ തീർച്ചയായും കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അങ്ങനെ എവിടെയെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ എല്ലാം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെയുള്ള ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലും ആഫ്രിക്കകളിലും മറ്റുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് സഹോദരങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദീനുൽ ഇസ്ലാമിൻ്റെ ഇത്ര മനോഹാരിതകൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോഴാണ്. എന്നാൽ ഏറ്റവും ഖേദകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കുന്ന ആധുനിക കാലത്ത് ജീവിക്കുന്ന പല രൂപത്തിലുള്ള തീവ്രവാദികളായ ആളുകളാണ്. ആധുനിക ഖവാരിജുകളെന്നറിയപ്പെടുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ മുഖത്തെ ഏറ്റവും വൃത്തികെട്ട മുഖമായി ഏറ്റവും വികൃതമാക്കിയിട്ട് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക. ഈ മതം എന്ന് പറയുന്നത് അത് കാണുന്നവരെയൊക്കെ കൊല്ലുകയും ഉപദ്രവിക്കുകയും അങ്ങനെ ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ദീനുൽ ഇസ്ലാം ഒരു നിലക്കും പറയാത്ത രൂപത്തിലുള്ള അക്രമങ്ങളും ക്രൂരതകളും അയച്ചുവിട്ടിട്ട് ദീനുൽ ഇസ്ലാമിൻ്റെ പേര് വഷളാക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികളുടെ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ISIS പോലെയുള്ള ദാഇഷിനെ പോലെയുള്ള പലരുടെയും പ്രവർത്തനങ്ങൾ അത് അനിസ്ലാമികമായ ആരുടെയെങ്കിലുമൊക്കെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയിപ്പിക്കുന്ന രൂപത്തിലാണ്. കാരണം ഒരു മുസ്ലിമായ ആളുകളാണ് എങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെയധികം അക്രമങ്ങളാണ് അയച്ചുവിടുന്നത്. എപ്പോഴാണ് ഇതെപ്പോഴും ഉയർന്നു വരുന്നത്? ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടുതൽ പല പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നിന്നും ഒഴുക്കിങ്ങനെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഇതുപോലൊരു സാധനം എവിടെയെങ്കിലൊക്കെ പ്രത്യക്ഷപ്പെടും.
ഉടൻ തന്നെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് നിർത്തും, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിർത്തും. അതുപോലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ട് ഇസ്ലാം ഇങ്ങനെയാണ്, അത് ക്രൂരതയാണ്, ആളുകളൊക്കെ കൊല്ല ചെയ്യുകയാണ്, മനുഷ്യന്മാർക്ക് സമാധാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്ത് ചെയ്യും? ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്ന ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കാണുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രൂപത്തിലുള്ള ആധുനിക ഖവാരിജുകളുടെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് വളരെയധികം ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദീൻ പഠിച്ച് മനസ്സിലാക്കുന്ന ഇത്തരം ദർസുകളൊക്കെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിൻ്റെ ഏറ്റവും നല്ല നന്മകൾ അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം ദീൻ ഇത്രയും അധികം മനോഹരമായിട്ടാണ് മൃഗങ്ങളോട് പോലും പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇതര മനുഷ്യരോടും അതുപോലെ മറ്റു ഇതര ജീവികളോടുമൊക്കെ എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിൽ ഇഹ്സാൻ ഉണ്ടാകുക എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ മൃഗങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ മനുഷ്യരോടും ഇഹ്സാൻ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെന്ന് പറഞ്ഞ പൊതുവായ ജിൻസിനോട് തന്നെ, മുസ്ലിങ്ങളോട് മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെ ജിൻസിനോട് തന്നെ, മനുഷ്യവർഗത്തോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യാൻ ചെയ്തിരിക്കുന്നു. ഇതര മതസ്ഥരോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അത് ഒന്നാമത് അവരെ ദഅവത്ത് ചെയ്തുകൊണ്ടാണ്. അവരോടുള്ള ദഅവത്ത്, അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇഹ്സാനാണത്. കാരണം നരകത്തിലേക്കായിരിക്കും അവരുടെ പോക്കുണ്ടാവുക. ഏതോ മനുഷ്യർ പടച്ചിട്ടുള്ള, ഏതോ മനുഷ്യരുടെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ചില ആരാധന കർമ്മങ്ങളും ആരാധന രീതികളുമായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകങ്ങളുടെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് ലോകങ്ങൾക്കൊരു റബ്ബേ ഉള്ളൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ദീൻ ഇതാണ്. അവൻ ഇതിനു മുമ്പും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അവൻ്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പറയുന്നത് പുതിയൊരു മതമല്ല, ഈ ലോകമുണ്ടായപ്പോഴുള്ള മതം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. അവൻ ഈ ദീന് മാത്രമേ തൃപ്തിപ്പെടുകയുള്ളൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തിക്കൊണ്ട്, ആരാധനകൾ നടത്തിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ് നമ്മൾ ദഅവത്ത് നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇഹ്സാനാണ്. അതിനേക്കാൾ വലിയ ഇഹ്സാൻ ഒരാൾക്ക് സ്വർഗമാണ് നമ്മൾ നേടിക്കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ. ഏറ്റവും വലിയ ഇഹ്സാനാണത് സഹോദരങ്ങളെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവർക്ക് ദീനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകിയിട്ട് അവരെ ദീനിനെ ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും അവരോടുള്ള ഇഹ്സാനിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദീൻ, നേരത്തെ നമ്മൾ പറഞ്ഞു മർത്തബത്തുൽ അദ്ൽ എന്ന് പറഞ്ഞു, നീതിയുടെ പദവി എന്ന് പറഞ്ഞു. മുആമലത്തിൽ, ഇടപാടുകളിൽ, ജനങ്ങളോടുള്ള ഇടപാടിൽ മർത്തബത്തുൽ അദ്ൽ എന്ന് പറഞ്ഞു. അത് മർത്തബത്തുൽ അദ്ൽ, അൽ അദ്ലു മിൻ കുല്ലി അഹദ് ലികുല്ലി അഹദ്. പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാവരിൽ നിന്നും നീതിയാണ്, എല്ലാവരോടും നീതിയാണ്. ദുൽം എന്ന് പറയുന്നത് ഒരാളോട് ഇസ്ലാം അനുവദിക്കുകയില്ല. അക്രമം കാണിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരാളോടും അനുവദിക്കുകയില്ല. ഒരു കാഫിറാണെങ്കിൽ പോലും ഒരു തരി അക്രമം ചെയ്യാൻ അവന് ദീനുൽ ഇസ്ലാമിൽ അത് ചെയ്യൽ നിഷിദ്ധാണ്, പാടില്ല. കാഫിറാണ്, മുസ്ലിമല്ല. അങ്ങാടിയിൽ നമ്മൾ കണ്ടുമുട്ടി അവനോട് കച്ചവടം നടത്തുന്ന സമയത്ത് അവനെ പറ്റിക്കാൻ പാടുണ്ടോ? പാടില്ല. ആരറിയുന്നു, ആര് ചോദിക്കുന്നു? നമ്മൾ റബ്ബ് ചോദിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റബ്ബ് ചോദിക്കും. കാരണം അവരൊരാളോടും ഒരു അനീതിയും ചെയ്യാൻ നമുക്ക് വകുപ്പില്ല. അയൽവാസിയാണ്, കാഫിറാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ പറ്റുമോ? കാഫിറാണെന്ന് വിചാരിച്ചിട്ട് പറ്റൂല. ഒരു അക്രമം സഹോദരങ്ങളെ അത് പാടില്ല. അവൻ്റെ ഒരു രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ദുൽമാണ്. അവന് കൊടുക്കാൻ ഒരു രൂപ പിടിച്ചു വെച്ചാൽ അത് ദുൽമാണ്. കൃത്യമായി ദീനുൽ ഇസ്ലാം അദിൽ, അത് നീതി, അത് പഠിപ്പിക്കുന്നു. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി മുഅ്മിനോടെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവനോടുള്ള ഇഹ്സാൻ അത് വ്യത്യസ്ത ദർജയിലാണ്. ഓരോ മനുഷ്യരോടും വ്യത്യസ്ത രൂപത്തിലും, അതുപോലെ തന്നെ ഓരോ ആളുകളോടും നമുക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള ഇഹ്സാനുകൾ നടത്താനുണ്ട്. ഈ രൂപത്തിൽ ജീവജാലങ്ങളോട് മുഴുവൻ ഇഹ്സാൻ നടത്താൻ പറഞ്ഞ മനോഹരമായ ദീനിൻ്റെ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിലുള്ളത്. അതെല്ലാത്തിനെക്കുറിച്ചുമുള്ള സൂചനയാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ഇഹ്സാനിനെ നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.